ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴഞ്ഞിപ്പള്ളി പെരുന്നാളിന്റെ വിശേഷങ്ങളുമായാണ്. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗജസംഗമം കാണാനാണ്. ഞങ്ങളിതാ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ആനകളൊക്കെ ഇതാ നിരന്നു തുടങ്ങി. സമയങ്ങളൊന്നുമില്ലാതെ ആനകളുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഗജസംഗമത്തിൽ പങ്കെടുക്കുക തന്നെ വേണം. ഒക്ടോബർ 2, 3 ആണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാള്. ഈ ഗജസംഗമത്തോടു കൂടി ഞങ്ങളുടെ പെരുന്നാള് തുടക്കം കുറിക്കാണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മളന്ന് പൂരത്തിന് പോവാണ്. പെരുന്നാള് അപ്പൊ എന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങള് പള്ളിയിൽ പോയി. ഒന്നും പറയാലോ കേട്ടോ, റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അമ്മാതിരി തിരക്കായിരുന്നു. ഗൈസ്, ഇതൊക്കെ എന്റെ ഫാൻസ് ആണ് കേട്ടാ. കസിൻസ് എല്ലാവരും രാത്രി തന്നെ തിരിച്ചു പോയിട്ടാ. ഞങ്ങള് തിരിച്ചു വരുമ്പോഴാട്ടാ ശരിക്കും പെട്ടത്. അമ്മ അതിരി തിരക്കായിരുന്നു. റോട്ടിൽ അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞു, ആനകളൊക്കെ തിരിച്ചു വരുന്നതായിട്ടാ കണ്ടുകൊണ്ടിരിക്കുന്നേ. നല്ല വീടാണ്. നല്ല വെയിലും നല്ല കുത്തനുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് വെയിലത്ത്. ഞങ്ങൾ പിന്നെ പള്ളിയുടെ അകത്ത് കയറിയിട്ടാ. അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾക്കൊന്ന് മേലെ കയറാൻ തോന്നി കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പള്ളിയുടെ മേലേക്ക് കയറുന്നത്.
പള്ളിയുടെ ചരിത്രം പറഞ്ഞത്. ആ അപ്പൊ നമ്മള് 92 വയസ്സായിട്ടാണ് ആളുകൂടെ വന്നിട്ടുള്ളത് കേരളത്തിലേക്ക്. 13 ദിവസമാണ് ആള് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആള് തമ്പുരാന്റെ സന്നിധിയിൽ പോയി ഭരണ സമയത്ത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പേപ്പറില് അദ്ദേഹം നാട്ടുകാരനല്ലായിരുന്നു, ഇന്ത്യക്കാരനല്ല, ഔട്ട് സൈഡ് ഇത് വന്ന ആളാ. 304 മാത്രം വരുന്ന ആളാ പള്ളിയുടെ. ഇദ്ദേഹത്തിന്റെ ഇവിടെ അല്ല മരണപ്പെട്ടിരിക്കുന്ന കോതമംഗലത്താണ് മംഗളുടെ പറയുക. അവിടുന്ന് ഇതുകൊണ്ട് നമ്മൾ സ്ഥാപിച്ചാണ്, മനസ്സിലായി? അങ്ങനെ അങ്ങനെയാണ് വളരെ ശരി. ഇപ്പോഴത്തെ ഒരു പെരുന്നാൾ എവിടെയും കാണില്ല. 2 ലക്ഷം പേരാണ് ഇന്നലെ രാത്രി മാത്രം അവിടെ വന്നിരിക്കുന്നത്. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം. ഇത്ര സുന്ദരമായ ജനങ്ങള്, തല്ലില്ല അടിയില്ല ഒന്നുമില്ല, ജാതിഭേദ എല്ലാവരും സഹകരിച്ചു കൊണ്ടു നടക്കുന്ന പെരുന്നാള്. സൂപ്പർ പെരുന്നാള്, എവിടെയും കാണില്ല. പഴഞ്ഞി പള്ളി പെരുന്നാളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിപൊളി പെരുന്നാളാ, എല്ലാവരും വരും. ഇനി പിന്നെ എന്താ പറയാനുള്ളത്, ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ഓക്കെ. 3-ാം തീയതി വൈകിട്ടത്തെ ഗാനമേളോട് കൂടിയിട്ട് ഈ വർഷത്തെ പെരുന്നാളിന് സമാപനായിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.